ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായ ഇന്ത്യയിലെ അണക്കെട്ടുകൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മത്സര പരീക്ഷകളിൽ അണക്കെട്ടുകളെ കുറിച്ച് നിരന്തരമായി ചോദ്യങ്ങൾ വരാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ നമുക്ക് പഠിച്ചു പോകാം. ഏറ്റവും ആദ്യം പഠിക്കുന്ന അണക്കെട്ടാണ് ഗാന്ധി സാഗർ ഡാം. ഗാന്ധി സാഗർ ഡാം, പേര് ശ്രദ്ധിക്കുക, ഗാന്ധി സാഗർ ഡാം. ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ നദിയിലാണ്. ചമ്പൽ എന്ന് പറയുന്നത് യമുനയുടെ പ്രധാനപ്പെട്ട പോഷക നദികളിൽ ഒന്നാണ് ചമ്പൽ എന്ന് പറയുന്നത്. ആ ചമ്പൽ നദിയില് മധ്യപ്രദേശിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടിന്റെ പേരാണ് ഗാന്ധി സാഗർ ഡാം. അപ്പോൾ ഗാന്ധി സാഗർ ഡാം ഏത് നദിയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചമ്പൽ നദിയിലാണ്. സ്റ്റേറ്റ് മധ്യപ്രദേശ് ആണ്. ചമ്പൽ നദിയില് മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടിന്റെ പേരാണ് ഗാന്ധി സാഗർ ഡാം. നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ അണക്കെട്ടാണ് ജവഹർ സാഗർ ഡാം. ജവഹർ സാഗർ ഡാം. ജവഹർ സാഗർ ഡാമും ചമ്പൽ നദിയിൽ തന്നെയാണ്. പക്ഷേ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ ചമ്പൽ നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ജവഹർ സാഗർ ഡാം എന്ന് പറയുന്നത്. ഇനി അടുത്ത അണക്കെട്ടാണ് റാണ പ്രതാപ് സാഗർ ഡാം. ഡാമിന്റെ പേര് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം, റാണ പ്രതാപ് സാഗർ ഡാം. റാണ പ്രതാപ് സാഗർ ഡാം രാജസ്ഥാനിലാണ്. നദി മാറ്റമില്ല, ചമ്പൽ നദി തന്നെയാണ്. ചമ്പൽ നദിയില് രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടാണ് റാണ പ്രതാപ് സാഗർ ഡാം. ഇനി മറ്റൊരു ഡാമാണ് കോട്ട ഡാം. കോട്ട ഡാം, കോട്ട എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം രാജസ്ഥാനിലാണ്. കോട്ട ഡാമും സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിൽ തന്നെയാണ്. നദിയുടെ പേര് ചമ്പൽ എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ പഠിച്ചത് ചമ്പൽ നദിയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ്. ചമ്പൽ നദിയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് ഗാന്ധി സാഗർ ഡാം, ജവഹർ സാഗർ ഡാം, റാണ പ്രതാപ് സാഗർ ഡാം, കോട്ട ഡാം. അതിൽ ഗാന്ധി സാഗർ ഡാം മധ്യപ്രദേശിലാണ്, ജവഹർ സാഗർ ഡാം രാജസ്ഥാനിലാണ്, റാണ പ്രതാപ് സാഗർ ഡാം രാജസ്ഥാനിലാണ്, കോട്ട ഡാം രാജസ്ഥാനിലാണ്. ഇനി നമുക്ക് മറ്റൊരു ഡാമിലേക്ക് പോവാം. മറ്റൊരു ഡാമാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം. ഡാമിന്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞത് ചമ്പൽ നദിയിലെ ഡാം റാണ പ്രതാപ് സാഗർ ഡാം ആയിരുന്നു. എന്നാൽ ഇപ്പോൾ പറഞ്ഞ ഡാമിന്റെ പേര് മഹാറാണ പ്രതാപ് സാഗർ ഡാം എന്നാണ്. മഹാറാണ പ്രതാപ് സാഗർ ഡാം. മഹാറാണ പ്രതാപ് സാഗർ ഡാം ഏത് നദിയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബിയാസ് നദിയിലാണ്. ബിയാസ് എന്ന് പറയുന്നത് ഒരു പഞ്ചനദിയാണ്. സിന്ധുവിന്റെ പോഷക നദികളിൽ ഒന്നാണ് ബിയാസ് എന്ന് പറയുന്നത്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി, സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ് എന്ന് പറയുന്നത്. ആ ബിയാസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അണക്കെട്ടാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം. ഈ മഹാറാണ പ്രതാപ് സാഗർ ഡാം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പോങ് ഡാം. പോങ് ഡാം എന്നറിയപ്പെടുന്ന ഡാമാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം. അപ്പോൾ മഹാറാണ പ്രതാപ് സാഗർ ഡാം ഏത് നദിയിലാണ്? ബിയാസ് നദിയിലാണ്. സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ ബിയാസ് നദിയിലെ പ്രധാനപ്പെട്ട ഒരു അണക്കെട്ടാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം. മഹാറാണ പ്രതാപ് സാഗർ ഡാമിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പോങ് ഡാം എന്ന് പറയുന്നത്. ഇനി ബിയാസ് നദിയിൽ തന്നെ മറ്റൊരു ഡാം കൂടിയുണ്ട്. ആ ഡാമിന്റെ പേരാണ് ലാർഗി ഡാം. ലാർഗി ഡാം ഏത് നദിയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിയാസ് നദിയിലാണ്. സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശ് തന്നെയാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശിലെ ബിയാസ് നദിയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട അണക്കെട്ടിന്റെ പേരുകളാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തെ അണക്കെട്ട് മഹാറാണ പ്രതാപ് സാഗർ ഡാം ആണ്. മഹാറാണ പ്രതാപ് സാഗർ ഡാമിന്റെ മറ്റൊരു പേരാണ് പോങ് ഡാം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡാമിന്റെ പേരാണ് ലാർഗി ഡാം. ലാർഗി ഡാം എവിടെയാണ്? ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്. ഇനി മറ്റൊരു ഡാമാണ് ഹിരാക്കുഡ് ഡാം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തമായ അണക്കെട്ടുകളിൽ ഒന്നാണ് ഹിരാക്കുഡ് ഡാം എന്ന് പറയുന്നത്. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷയിലെ മഹാനദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടിന്റെ പേരാണ് ഹിരാക്കുഡ് ഡാം. എന്നാൽ മത്സര പരീക്ഷകളിൽ ഇത് മറ്റൊരു രീതിയിലായിരിക്കും ചോദിക്കുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടിന്റെ പേരുകൂടിയാണ് ഹിരാക്കുഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ് ഡാം. ഹിരാക്കുഡ് ഡാം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. മഹാനദിയിലാണ്. സ്റ്റേറ്റ് ഒഡീഷയാണ്. സ്റ്റേറ്റ് ഒഡീഷയാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഡാമാണ് മത്സര പരീക്ഷകളിൽ കണ്ടുവരുന്ന ഒരു ഡാം തന്നെയാണ് ചൂതക് ഡാം എന്ന് പറയുന്നത്. ചൂതക് എന്ന് പറയുന്ന ഡാം.
ചൂതക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ഇനി ഏത് നദിയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സുരു എന്ന് പറയുന്ന നദിയിലാണ്. ലഡാക്ക് എന്ന് പറയുന്നതിനേക്കാൾ ഒന്നുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ നമുക്ക് പറയാം കാർഗിലാണ് ഏത് ഡാം സ്ഥിതി ചെയ്യുന്നത്, ചൂതക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത്. കാർഗിലും ലേയുമെല്ലാം ലഡാക്ക് എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ലഡാക്ക്. യൂണിയൻ ടെറിട്ടറി ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ലഡാക്ക് എന്ന് പറയാം. കൃത്യമായ സ്ഥലം ചോദിക്കുകയാണെങ്കിൽ അത് കാർഗിലാണ്. കാർഗിലാണ് ചൂതക്ക് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. കാർഗിൽ ഏത് നദിയുടെ തീരത്താണ്? കാർഗിൽ ഏത് നദിയുടെ തീരത്താണ്? സുരു നദിയുടെ തീരത്താണ്. സുരു നദിയുടെ തീരത്താണ് കാർഗിൽ സ്ഥിതി ചെയ്യുന്നത്. സുരു എന്ന് പറയുന്നത് സിന്ധുവിന്റെ മറ്റൊരു പോഷക നദിയാണ്. അപ്പോൾ ഡാമിന്റെ പേര് ഓർത്തു വെക്കുക. ഡാമിന്റെ പേരാണ് ചൂതക്ക് ഡാം. ചൂതക്ക് ഡാം ഏത് നദിയിലാണ്? സുരു നദിയിലാണ്. സ്ഥലം ലഡാക്കാണ്. ഇനിയും കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് കാർഗിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനിയും അടുത്ത ഡാമാണ് കല്ലണൈ ഡാം. കല്ലണൈ ഡാം അല്ലെങ്കിൽ മറ്റൊരു പേരുകൂടിയുണ്ട് ഗ്രാൻഡ് ഡാം. ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണൈ ഡാം. എന്താണ് കല്ലണൈ ഡാമിന്റെ പ്രത്യേകത? എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടാണ്. AD 1-2 നൂറ്റാണ്ട് കാലഘട്ടത്തില് കരികാല ചോളൻ എന്ന് പറയുന്ന ചോള രാജാവ് പണിയെഴുപ്പിച്ച അണക്കെട്ടാണ് കല്ലണൈ ഡാം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടാണ് കല്ലണൈ ഡാം. അത് തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്താണ്. നദിയുടെ പേര് കാവേരി എന്നാണ്. കാവേരി നദിയിലെ തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടായിട്ടുള്ള കല്ലണൈ ഡാം സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദിയിലാണ്. ഇനി കാവേരി നദിയിൽ തന്നെ തമിഴ്നാട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട അണക്കെട്ടാണ് മേട്ടൂർ ഡാം. മേട്ടൂർ ഡാം. മേട്ടൂർ ഡാം ഏത് നദിയിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാവേരി നദിയിലാണ്. സംസ്ഥാനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്. തമിഴ്നാട്ടിൽ കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അണക്കെട്ടാണ് മേട്ടൂർ ഡാം എന്ന് പറയുന്നത്. ഇനി മത്സര പരീക്ഷകളിൽ സ്ഥിരമായി കാണുന്ന ഒരു ചോദ്യമാണ് കൃഷ്ണരാജസാഗർ ഡാം. പേരെങ്ങനെയായിരുന്നു? കൃഷ്ണരാജസാഗർ ഡാം. ഈ പേര് കേട്ടാല് ചിലപ്പോൾ നമ്മൾ കൃഷ്ണ എന്ന് പറയുന്ന നദിയിലേക്ക് പോകും. കൃഷ്ണ എന്ന് പറയുന്ന നദിയിലേക്ക് പോകാൻ പാടില്ല. കൃഷ്ണരാജസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിൽ തന്നെയാണ്. കൃഷ്ണരാജസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്, കർണാടകയിലാണ്. അപ്പോൾ കാവേരി നദിയുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട അണക്കെട്ടിന്റെ പേരാണ് പറഞ്ഞത്. ആദ്യത്തെ അണക്കെട്ടാണ് കല്ലണൈ ഡാം എന്ന് പറയുന്നത്. കല്ലണൈ ഡാം തമിഴ്നാട്ടിലാണ്. മേട്ടൂർ ഡാം. മേട്ടൂർ ഡാമും തമിഴ്നാട്ടിൽ തന്നെയാണ്. കൃഷ്ണരാജസാഗർ ഡാം. കൃഷ്ണരാജസാഗർ ഡാം കർണാടകയിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഡാമാണ് ഉറി ഡാം എന്ന് പറയുന്നത്. ഉറി ഡാം എന്ന് പറയുന്നത് മറ്റൊരു ഡാമാണ് കിഷൻഗംഗ ഡാം. കിഷൻഗംഗ ഡാം. മറ്റൊരു ഡാമാണ് തുൾബുൾ ഡാം. തുൾബുൾ എന്നല്ല നമ്മൾ പറയുന്ന അണക്കെട്ടാണ്. മറ്റൊരു അണക്കെട്ടിന്റെ പേരാണ് മംഗള ഡാം. മംഗള ഡാം എന്ന് പറയും. 4 പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ. 4 പ്രധാനപ്പെട്ട അണക്കെട്ടിന്റെ പേരാണ് പറഞ്ഞത്. ഉറി ഡാം, കിഷൻഗംഗ ഡാം, തുൾബുൾ ഡാം, മംഗള ഡാം. ഈ 4 അണക്കെട്ടുകളും സ്ഥിതി ചെയ്യുന്നത് ഒരൊറ്റ നദിയിലാണ്. നദിയുടെ പേരാണ് ഝലം എന്ന് പറയുന്ന നദി. ഝലം എന്ന് പറയുന്ന നദി പഞ്ചനദികളിൽ മറ്റൊരു നദിയാണ് ഝലം എന്ന് പറയുന്നത്. ജമ്മു കാശ്മീരിലെ വെരിനാഗ് എന്ന് പറയുന്ന ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഝലം നദി. ഝലം നദിയുടെ തീരത്താണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. ജമ്മുവിലെ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ഝലം നദിയുടെ തീരത്താണ്. ആ ഝലം നദിയില് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന കേന്ദ്ര ഭരണ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് ഉറി ഡാം, കിഷൻഗംഗ ഡാം, തുൾബുൾ ഡാം എന്നിവ. ഡാമിന്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു. ഉറി ഡാം, കിഷൻഗംഗ ഡാം, തുൾബുൾ ഡാം. ഇവിടെ കിഷൻഗംഗ എന്ന് പറയുന്നത് ഝലം നദിയുടെ ഒരു പോഷക നദിയുടെ പേരുകൂടിയാണ്. ഏതെന്ന് പറയുന്നത്? കിഷൻഗംഗ എന്ന് പറയുന്നത്. അപ്പോൾ കിഷൻഗംഗ ആരുടെ പോഷക നദിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഝലം നദിയുടെ പോഷക നദിയാണ്. ഝലം നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയുടെ പേരും ഏത് തന്നെയാണ്? കിഷൻഗംഗ എന്ന് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഡാമാണ് മംഗള ഡാം. മംഗള ഡാമിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഝലം നദിയിലാണ്. എന്നാൽ മംഗള ഡാം ഇന്ത്യയിലെ ഒരു അണക്കെട്ടല്ല. പേര് കണ്ടിട്ട് ചിലപ്പോൾ ഇന്ത്യയിലെ അണക്കെട്ടാണെന്ന് നമ്മൾ കരുതും. ഇന്ത്യയിലെ അണക്കെട്ടല്ല, അത് പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനിൽ ഝലം നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് മംഗള ഡാം എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 6ാമത്തെ അണക്കെട്ടാണ് മംഗള ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഝലം നദിയുമായി ബന്ധപ്പെട്ട 4 പ്രധാനപ്പെട്ട അണക്കെട്ടിന്റെ പേര് ഓർത്തു വെക്കുക. ഉറി ഡാം, കിഷൻഗംഗ ഡാം,
ടുൾബുൾ ഡാം, മംഗള ഡാം. അതിൽ ആദ്യത്തെ 3 അണക്കെട്ടുകൾ ഏതെല്ലാമാണ്? ഉറി, കിഷൻഗംഗ, ടുൾബുൾ എന്നിവ ജമ്മു കാശ്മീരിലും മംഗള അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലുമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെച്ചേക്കണം. ഇനിയും അടുത്ത നദിയാണ് ചിനാബ് എന്ന് പറയുന്ന നദി. ചിനാബ് നദിയിൽ നമുക്ക് പഠിക്കാൻ കുറച്ച് അണക്കെട്ടുകളുണ്ട്. ആദ്യത്തെ അണക്കെട്ടിന്റെ പേരാണ് ബെഗ്ലിഹാർ ഡാം എന്ന് പറയുന്നത്. ബെഗ്ലിഹാർ ഡാം ജമ്മു കാശ്മീരിലാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ചിനാബ് നദിയിലാണ്. ചിനാബ് നദിയില് ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ബെഗ്ലിഹാർ അണക്കെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഒരു അണക്കെട്ടാണ്. അതിർത്തിയിലുള്ള ഈ അണക്കെട്ട് ഇന്ത്യ പൊളിച്ചു മാറ്റണം എന്ന ആവശ്യം പലപ്പോഴും പാകിസ്ഥാൻ ഉന്നയിക്കാറുണ്ട്. അങ്ങനെ തർക്കം നിലനിൽക്കുന്ന ഒരു അണക്കെട്ടാണ് ബെഗ്ലിഹാർ ഡാം എന്ന് പറയുന്നത്. ബെഗ്ലിഹാർ ഡാം ചിനാബ് നദിയിലാണ്. ചിനാബ് മറ്റൊരു പോഷക നദിയാണ്. ചിനാബ് സിന്ധുവിന്റെ മറ്റൊരു പോഷക നദിയാണ്, പഞ്ചനദിയാണ്. ചിനാബ് ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ബാരാലാച്ച ചുരത്തിൽ നിന്നാണ്. ഹിമാചൽ പ്രദേശിലെ എന്ന് പറയുന്ന ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ചിനാബ് എന്ന് പറയുന്നത്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ്. സിന്ധു എന്ന് പറയുന്ന നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് എന്ന് പറയുന്നത്. ആ ചിനാബിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ഇതെന്ന് പറയുന്നത് ബെഗ്ലിഹാർ ഡാം എന്ന് പറയുന്നത്. ഇനി ചിനാബ് നദിയുമായി ബന്ധപ്പെട്ട മറ്റൊരു അണക്കെട്ടുണ്ട്. അതാണ് ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ചിനാബ് എന്ന് പറയുന്ന നദിയിൽ തന്നെയാണ്. അടുത്ത 2 ഡാം ഒരുമിച്ച് പഠിച്ചു വെക്കേണ്ട 2 ഡാമുകളാണ് സലാൽ ഡാം, റാറ്റിൽ ഡാം. ഈ 2 അണക്കെട്ടുകളും സ്ഥിതി ചെയ്യുന്നത് ചിനാബ് നദിയിൽ തന്നെയാണ്. സ്ഥലം ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിലെ ചിനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് സലാൽ ഡാം, റാറ്റിൽ ഡാം. അപ്പൊ ചിനാബുമായി ബന്ധപ്പെട്ട്, ചിനാബ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിനാബുമായി ബന്ധപ്പെട്ട് 4 പ്രധാനപ്പെട്ട അണക്കെട്ടിന്റെ പേര് ഓർത്തു വെക്കുക. ബെഗ്ലിഹാർ, ദുൽഹസ്തെ, സലാല, റാറ്റില. തൊട്ടു മുമ്പ് ഝലം നദിയുമായി ബന്ധപ്പെട്ട 4 അണക്കെട്ടിന്റെ പേര് ഓർത്തു വെക്കുക. ഉറി ഡാം, കിഷൻഗംഗ ഡാം, ടുൾബുൾ ഡാം, മംഗള ഡാം. ഉറി ഡാം, കിഷൻഗംഗ ഡാം, ടുൾബുൾ ഡാം, മംഗള ഡാം. അതിൽ മംഗള എന്ന് പറയുന്ന ഡാം എവിടെയാണ്? മംഗള ഡാം സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച അണക്കെട്ടുകൾ ഒന്നുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ആദ്യത്തെ അണക്കെട്ട് ഗാന്ധിസാഗർ ഡാം ആയിരുന്നു. ഗാന്ധിസാഗർ ഡാം എവിടെയായിരുന്നു? മധ്യപ്രദേശിലാണ്, ചമ്പൽ നദിയിലാണ്. രണ്ടാമത്തത് ജവഹർ സാഗർ ഡാം ചമ്പൽ നദിയിലാണ്, രാജസ്ഥാനിലാണ്. അടുത്തത് റാണ പ്രതാപ് സാഗർ ഡാം ചമ്പൽ നദിയിൽ തന്നെയാണ്, രാജസ്ഥാനിലാണ്. കോട്ട ഡാം എവിടെയായിരുന്നു? കോട്ട ഡാം രാജസ്ഥാനിലായിരുന്നു, ചമ്പൽ നദിയിലാണ്. മഹാറാണ പ്രതാപ് സാഗർ ഡാം ഹിമാചൽ പ്രദേശിലാണ്. ഏത് നദിയിലാണ്? ബിയാസ് നദിയിലാണ്. മഹാറാണ പ്രതാപ് സാഗർ ഡാമിന്റെ മറ്റൊരു പേരാണ് പോങ് ഡാം. അടുത്ത ഡാമാണ് ലാർഗി ഡാം ഹിമാചൽ പ്രദേശിൽ തന്നെയാണ്, ബിയാസ് നദിയിലാണ്. അടുത്ത ഡാമിന്റെ പേരാണ് ഹിരാകുഡ് ഡാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാമാണ്. അത് മഹാനദിയിലാണ്, ഒഡീഷയിലാണ്. ചൂതക് ഡാം എവിടെയായിരുന്നു? ചൂതക് ഡാം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്, സുരു നദിയിലാണ്. കല്ലണൈ ഡാം തമിഴ്നാട്ടിലാണ്, കാവേരി നദിയിലാണ്. മേട്ടൂർ ഡാം തമിഴ്നാട്ടിലാണ്, കാവേരി നദിയിൽ തന്നെയാണ്. കൃഷ്ണരാജസാഗർ ഡാം കർണാടകയിലാണ്, കാവേരി നദിയിലാണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഉറി ഡാം, കിഷൻഗംഗ ഡാം, ടുൾബുൾ ഡാം, മംഗള ഡാം. ഉറി ഡാം, കിഷൻഗംഗ ഡാം, ടുൾബുൾ ഡാം, മംഗള ഡാം. ഈ 4 ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് ഝലം നദിയിലാണ്. അതിൽ മംഗള ഡാം സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. ചിനാബ് നദിയുമായി ബന്ധപ്പെട്ട 4 ഡാമിന്റെ പേരുകളാണ് പറഞ്ഞത്. ബെഗ്ലിഹാർ ഡാം, ദുൽഹസ്തി ഡാം, സലാൽ ഡാം, റാറ്റിൽ ഡാം. ഈ 4 അണക്കെട്ടുകളും സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. മറ്റ് അണക്കെട്ടുകൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.